ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡീമൺ സ്ലെയർ ആനിമയിലെ മിസ്റ്റ് ഹാഷിരയായിട്ടുള്ള ടൊക്കിട്ടോ മൊയ്ച്ചിറയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമ്മുടെ മൊയ്ച്ചിറയുടെ ബാക്ക് സ്റ്റോറിയിൽ നിന്നും തുടങ്ങാം. അച്ഛൻ, അമ്മ, ബ്രദർ അങ്ങനെ 4 പേരടങ്ങിയ ഒരു ഫാമിലിയാണ് ഇവരുടേത്. വളരെ സന്തോഷമായിട്ടാണ് ഇവരുടെ ഫാമിലി മുന്നോട്ട് പോയിരുന്നത്. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ മൊയ്ച്ചിറയുടെ അമ്മയ്ക്ക് ഒരു അസുഖം ബാധിക്കുന്നു. അങ്ങനെ ആ ഒരു അസുഖം ചികിത്സിക്കാൻ വേണ്ടി മൊയ്ച്ചിറയുടെ ഫാദർ ആണെങ്കിൽ ഒരു മലമുകളിലേക്ക് ഒരു ഹെർബൽ എടുക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ കൊടും മഴയത്ത് രാത്രി ആ ഒരു മലമുകളിൽ പോയപ്പോൾ ഒരു പാറയുടെ മുകളിൽ നിന്നും സ്ലിപ്പായി താഴെ വീണ് മൊയ്ച്ചിറയുടെ ഫാദർ മരിക്കുന്നു. അങ്ങനെ തന്റെ അമ്മയുടെ അസുഖം കൂടി ചികിത്സിക്കാനാകാതെ തന്റെ അമ്മയും മരിച്ചു പോകുന്നു. അങ്ങനെ നമ്മുടെ മൊയ്ച്ചിറയ്ക്ക് ആകെ കൂടി പറയാനുള്ളത് തന്റെ ബ്രദർ ആണ്. മൊയ്ച്ചിറയുടെ ബ്രദറിന്റെ ആ ഒരു ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നത്തിൽ ഞങ്ങൾ പെട്ടുപോകും, അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ള പുള്ളിക്കാരനാണ്. എന്നാൽ മൊയ്ച്ചിറ തുടക്കത്തിൽ അങ്ങനെയല്ല, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നൊരു മെന്റാലിറ്റിയിലുള്ള ഒരാളാണ്. അങ്ങനെ ഈ സമയമാണ് നമ്മുടെ ഉപേക്ഷാക്കിയുടെ വൈഫില്ലേ, പുള്ളിക്കാരി ഈ ഒരു ഡീമൺ സ്ലെയർ കോർപ്പിലേക്ക് നമ്മുടെ മൊയ്ച്ചിറയെയും മൊയ്ച്ചിറയുടെ ബ്രദറിനെയും ചേർക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മൊയ്ച്ചിറയുടെ ബ്രദറിനാണെങ്കിൽ ഇതിനൊന്നും തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല. മൊയ്ച്ചിറയുടെ ബ്രദർ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം രാത്രി ഇവരുടെ വീട്ടിൽ ഒരു ഡീമൺ വരുന്നത്. ആ ഒരു ഡീമൺ വന്ന് ഇവരെ രണ്ടുപേരും ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ സമയം നമ്മുടെ മൊയ്ച്ചിറയുടെ ബ്രദറിനാണെങ്കിൽ തന്റെ കൈകൾ നഷ്ടപ്പെടുന്നു. എന്നാൽ നമ്മുടെ മൊയ്ച്ചിറ ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അവസാനം വരെ ആ ഒരു ഡീമണിനെ പിടിച്ചു നിൽക്കുകയും രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ മൊയ്ച്ചിറയുടെ ബ്രദർ മരിച്ചു പോയിട്ടും ഉണ്ടാകും. അതായത് ഡീമൺ സ്ലെയറിലെ ഓൾമോസ്റ്റ് ഹാഷിരാസിനെ എടുത്തു കഴിഞ്ഞാലും ഇതുപോലുള്ളൊരു ബാക്ക് സ്റ്റോറിയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഡീമൺസിനോടുള്ള ആ ഒരു വെറുപ്പും തന്റെ ഫാമിലി നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു സങ്കടവും ദേഷ്യമൊക്കെ കൊണ്ട് ഡീമൺ സ്ലെയർ കോർപ്പിൽ ചേർന്ന് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ വെറും 2 മാസം കൊണ്ട് നമ്മുടെ മൊയ്ച്ചിറ ഒരു ഹാഷിരയായിട്ട് മാറുന്നു. അതായത് ഇവിടെ ഹാഷിരയാവാൻ വേണ്ട 2 കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് 50 ഡീമൺസിനെ അങ്ങ് കൊല്ലണം, അതും അല്ലെങ്കിൽ 12th ഗിസിഗിയിലുള്ള ഏതെങ്കിലും ഒരു ഡീമണിനെ ഇല്ലാതാക്കണം. ഇതിലേതോ ഒരു സംഭവം നമ്മുടെ മൊയ്ച്ചിറ വേഗം തന്നെ കംപ്ലീറ്റ് ആയി ഒരു ഹാഷിരയായിട്ട് മാറി. ഹാഷിരാസിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ഹാഷിരയും നമ്മുടെ മൊയ്ച്ചിറയാണ്. എന്നാൽ തുടക്കത്തിൽ നമ്മുടെ മൊയ്ച്ചിറ ഹാഷിരായതിനു ശേഷം കുറച്ച് റൂഡായിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്. അതായത് സീരീസിൽ കൊട്ടേറ്റ്സു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരന്റെ അനുവാദമില്ലാതെ ഫോഴ്സ് ചെയ്താണ് ആ ഒരു യൊറോജി സീറോവിന്റെ കീ നമ്മുടെ മൊയ്ച്ചിറ തട്ടിയെടുക്കുന്നത്. അതായത് ഈ കൊട്ടേറ്റ്സുവിനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വംശത്തിലുള്ളവർ കാലങ്ങളായി ആ ഒരു യൊറോജി സീറോയെ നോക്കിക്കൊണ്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും അവരുടെ അനുവാദമില്ലാതെ അതിന്റെ താക്കോല് തട്ടിയെടുത്തത് നമ്മുടെ കൊട്ടേറ്റ്സുവിന് അത്രയധികം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതൊരു തെറ്റായ പ്രവൃത്തിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ടാൻജിറോ ആണെങ്കിൽ മൊയ്ച്ചിറയോട് പറയുന്നുണ്ട്, എപ്പോഴും മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, അത് നമുക്ക് തിരിച്ച് നല്ലത് മാത്രമേ കിട്ടുകയുള്ളൂ എന്നും നമ്മുടെ ടാൻജിറോ മൊയ്ച്ചിറയോട് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ മൊയ്ച്ചിറോ ആണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ അങ്ങ് നിൽക്കില്ല. അതായത് നമ്മുടെ മൊയ്ച്ചിറയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്താൽ അവരിൽ നിന്ന് നമുക്ക് ഒരു ബെനിഫിറ്റും കിട്ടില്ല. വീക്കായ ആൾക്കാരെ ഹെൽപ്പും ചെയ്യില്ല, അവർ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് കൂടി ചെയ്യില്ല. എന്നാൽ നമ്മുടെ ടാൻജിറോ ആണെങ്കിലോ ഇതിന് ഓപ്പോസിറ്റും. അപ്പോഴാണ് അപ്പർ മൂൺ ഡീമൺസ് ഇവരുടെ വില്ലേജിൽ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഒരു ഡീമൺ ആണെങ്കിൽ കൊട്ടുട്സുവിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയം നമ്മുടെ മൊയ്ച്ചിറോ ആണെങ്കിൽ ആദ്യം അത് കാണാത്ത രീതിയിൽ മറ്റൊരു ആവശ്യത്തിന് ദൂരേക്ക് ഓടുകയാണ്. അപ്പോഴാണ് നമ്മുടെ ടാൻജിറോ പറഞ്ഞ വാക്കുകൾ മൊയ്ച്ചിറോ ഓർത്തെടുക്കുകയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലത് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി തിരിച്ചോടി ആ ഒരു ഡീമന്റെ കയ്യിൽ നിന്നും കൊട്ടുട്സുവിനെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ അതിനുശേഷമാണ് അപ്പർ മൂൺ 5ന്റെ കൂടെ നമ്മുടെ മൊയ്ച്ചിറോ ഫൈറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഫൈറ്റിനിടയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊയ്ച്ചിറോ ഒരു വാട്ടർ പ്രിസണിനുള്ളിൽ ലോക്കായി പോകുന്നുണ്ട്. അങ്ങനെ അതിനുള്ളിൽ പെട്ടുപോകുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ മൊയ്ച്ചിറോ നമ്മുടെ ടാൻജിറോ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കാൻ വേണ്ടി നോക്കുന്നത്. അതായത് നമ്മുടെ ടാൻജിറോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, വീക്കായ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല എന്നത് തെറ്റിദ്ധാരണയാണ്, അവർക്ക് കഴിയാവുന്ന രീതിയിൽ അവരെപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൊയ്ച്ചിറോ മനസ്സിലാക്കി എടുക്കുന്നു. അങ്ങനെ അത് പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കൊട്ടേറ്റ്സു അവിടെ വന്ന് ആ ഒരു വെള്ളത്തിനുള്ളിൽ പെട്ടുപോയ നമ്മുടെ മൊയ്ച്ചിറയെ രക്ഷപ്പെടുത്തുന്നത്. അവിടെ ഉണ്ടായ മറ്റു ഡീമൺസിനെ എല്ലാം നമ്മുടെ മൊയ്ച്ചിറോ മിസ്റ്റ് ബ്രീത്തിങ് വെച്ച് അങ്ങ് ഇല്ലാതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊയ്ച്ചിറയുടെ ഈ ഒരു മിസ്റ്റ് ബ്രീത്തിങ് നോക്കിക്കഴിഞ്ഞാൽ കൂളായി നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ അപ്പർ റാങ്ക് 5ലുള്ള ഡീമണിന്റെ കൂടെ നമ്മുടെ മൊയ്ച്ചിറോ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് 1000 ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് നമ്മുടെ ഡീമൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണ്. ആ ഒരു അറ്റാക്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് കൊണ്ടാൽ തന്നെ മരിക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. കാരണം അതിൽ നിന്നും പോയിസണും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ മൂൺ 6 ഇല്ലേ, അവരുടെ കൂടെ ഫൈറ്റ് ചെയ്തത് നമ്മുടെ ടെങ്കൻ, ടാൻജിറോ, ഇനോസ്കെ, സെനിറ്റ്സു, നെസുക്കോ ഇവരൊക്കെയാണ്. ഇവരൊക്കെ ഒരുമിച്ച് ചേർന്നാണ് അവരെ രണ്ടുപേരെയും അങ്ങ് ഇല്ലാതാക്കിയത്. അപ്പോൾ അപ്പർ മൂൺ 5ന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് പോലും
നമ്മുടെ മൊയ്ച്ചിറോ ആണെങ്കിൽ അപ്പർ മൂൺ 5നെ ഈസി ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. മൊയ്ച്ചിറോയുടെ ആ ഒരു മിസ്റ്റ് ബ്രീത്തിങ്ങിന്റെ 7th ഫോം യൂസ് ചെയ്താണ് ആ ഒരു ഡീമണിനെ അങ്ങ് ഇല്ലാതാക്കുന്നത്. അതായത് ഈ ഒരു 7th ഫോം യൂസ് ചെയ്യുന്ന സമയത്ത് ഡീമണിന് മൊയ്ച്ചിറയെ ഒന്ന് കാണാൻ കൂടി കഴിയില്ല, അത്രയധികം ഫാസ്റ്റ് ആണ്. ഇനി മൊയ്ച്ചിറോയുടെ മാങ്കയിലുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ പറയാം, സ്പോയിലേഴ്സ് ആയിരിക്കും. അതായത് കോക്കുഷിബുവിന്റെ കൂടെ നമ്മുടെ മൊയ്ച്ചിറോ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊയ്ച്ചിറോ ആണെങ്കിൽ ആദ്യം തന്നെ ഇവനെ തീർക്കണം എന്നൊരു മട്ടിൽ ഓടിച്ചെന്ന് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ കോക്കുഷിബു ഒന്നും നോക്കില്ല, അവന്റെ ഒരു കൈ തന്നെ അങ്ങ് വെട്ടിക്കളയുന്നുണ്ട്. ഇത് തന്നെയാണ് മൊയ്ച്ചിറോ ചെയ്ത ആ ഒരു മിസ്റ്റേക്കും. കാരണം അപ്പർ മൂൺ 1 ആയിട്ടുള്ള കോക്കുഷിബു എത്രത്തോളം പവർഫുൾ ആണെന്ന് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവന്റെ കൂടെ ഒരു ഹാഷിത ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ വേണ്ടത് ടീം വർക്കാണ്. എന്നാൽ മൊയ്ച്ചിറോ ആണെങ്കിൽ ചാടി പിടിച്ച് ഒറ്റയ്ക്കാണ് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നോക്കിയത്. എന്നാൽ പിന്നീട് മറ്റുള്ള ഹാഷിഡോസ് ഒക്കെ ചേർന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതിന്റെ അങ്ങേയറ്റം വരെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മൊയ്ച്ചിറോയുടെ ബോഡിയിലെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു, തന്റെ സ്വാഡ് തന്നെ ആ ഒരു റെഡ് കളറിൽ വരെ മാറിയിരുന്നു. അതായത് തനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്താണ് അവസാനം നമ്മുടെ മൊയ്ച്ചിറോ മരിക്കുന്നത്. അതായത് ഓവറോൾ ഈ ഒരു ക്യാരക്ടറിനെ നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ വീക്കായിട്ടുള്ള ആൾക്കാർക്ക് റെസ്പെക്ട് കൊടുക്കാതെ പിന്നീട് ടാൻജിറോയുടെ വാക്കുകളിൽ നിന്നും അതൊക്കെ മാറി ടീം വർക്കിലൂടെ ജയിച്ച ഒരു ക്യാരക്ടറാണ് നമ്മുടെ മൊയ്ച്ചിറോ. വെറും 14ാമത്തെ വയസ്സിലാണ് നമ്മുടെ മൊയ്ച്ചിറോയും ഇവിടെ മരിക്കുന്നത്. അപ്പോൾ മൊയ്ച്ചിറോയെ പറ്റിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.